കഴിഞ്ഞ മാസം ഞങ്ങൾ അതിൽ ഓടിച്ചു വിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പെരത്തറേൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയത്. പെരത്തറയൊക്കെ അറിയോ? ആ പെരത്തറയിൽ നടന്നു പോയ കാൽപ്പാടായിട്ടേക്കാണ്. ഇതൊക്കെ ഉണ്ടോ? ഇത് മൊത്തം ഇന്നലെ കളഞ്ഞ വാഴ ഇത് മുഴുവനും. ആണോ? അങ്ങനെ കാൽപ്പാട് നമുക്ക് ഇവിടെ കാണാം. ഇതെവിടെ ശരിക്കും കാണാം കാൽപ്പാടൊക്കെ. കാൽപ്പാട് ഇവിടെയും ഇവിടെയൊക്കെ ഉണ്ട്. കളഞ്ഞ വാഴയുടെ ഇതിലെ വരവ് പിണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തീറ്റ എന്നിട്ട് പോകുന്ന അല്ലേ? ഇതിലേ വരാം. ഇതിലേ വരുന്നത്. ചവിട്ടി ആന ചവിട്ടി പോയ പാടുകളാണ് ഈ കാണുന്നത്. ഇത് കയറി വരുന്ന വഴി അതവിടെ ഇറങ്ങി വരുന്നത്. ഇങ്ങനെ കയറി വരുന്നല്ലേ? ഒരു ദിവസത്തെ പരിപാടിയല്ലേ ഇത്? ഒരു ദിവസത്തെ പരിപാടി. ഇതിപ്പോ നമ്മുടെ ഒരു വർഷത്തെ ആദായം മൊത്തം അധ്വാനവും ആദായവും ഇല്ല. ഒരു തേങ്ങ കയറി പറിക്കണമെങ്കിൽ 45 ഉറുപ്പ്യ കൊടുക്കണം. അതൊന്ന് പറിച്ച് പൊളിക്കണമെങ്കിൽ 1.5 ഉറുപ്പ്യ കൊടുക്കണം. പിന്നെ അതിനകത്ത് കൃഷിക്കാർക്ക് എന്താ ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് വെറുതെ മുട്ടിയിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കും നമുക്ക് പോലും അറിയത്തില്ല. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കൂടൽക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഈ ദാസനക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാട്ടാന ഷോക്കടിച്ച്, അതായത് ഒരു കൃഷി സ്ഥലത്ത് ഷോക്കടിച്ച് ചത്ത ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് കൂടൽക്കടവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അപ്പുറ സൈഡ് കബനിപ്പുഴ, അത് കബനിപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പുറത്തെ സൈഡ് ഫോറസ്റ്റാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് സ്ഥിരമായിട്ട് കാട്ടാനകൾ ഇറങ്ങി ശല്യം ഉണ്ടാക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ആന ഇറങ്ങി പറമ്പിൽ കൂടെയൊക്കെ നടന്ന് കുറേ കൃഷികളൊക്കെ കളഞ്ഞ് വയലിലിറങ്ങി നെല്ലും കാര്യങ്ങളൊക്കെ കളഞ്ഞ് അങ്ങനെ ഒത്തിരി കൃഷിനാശമൊക്കെ വരുത്തി ആനേനെ അവസാനം പകൽ ഉച്ചയ്ക്കൊക്കെ ഫോറസ്റ്റുകാർ ഓടിച്ചു വിടുമായിരുന്നു. അപ്പോൾ ആ രംഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ആ പറമ്പിലേക്ക് പോയിട്ട് ആ ഒരു സംഭവം നടന്ന ആ ഒരു പ്രദേശത്തെ കൃഷിനാശവും കാര്യങ്ങളൊക്കെ ഒന്ന് നേരിട്ട് കാണാം. എൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോയി. കൂടൽക്കടവ് അല്ലേ? ഇവിടെ എങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ അല്ലേ? കൃഷി ആണല്ലേ? നെൽകൃഷിയാണ് അതും ഉള്ളത്. പിന്നെ കരയിലെ കൃഷി, വാഴ, തെങ്ങ്, കവുങ്ങ് എല്ലാ വക കൃഷികളുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് കാട്ടാന ശല്യം സ്ഥിരമായിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 8-10 ദിവസമായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. 1-2 വെച്ച് ദിവസവും വരുന്നുണ്ട്. ആണല്ലേ? ഇന്നലെ ഞങ്ങൾ രാവിലെ വെളുപ്പിന് ആന ഇറങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വിളിച്ച് ഞങ്ങൾ ഫോറസ്റ്റുകാരോട് കൂടി 6 മണിയായപ്പോൾ ഓർണത്തിന് ഓടിച്ച് അടിച്ചു വിട്ട്. പിന്നെ ഓർണം തോട്ടത്തിൽ തങ്ങിപ്പോയായിരുന്നു. അതിന് ഞങ്ങൾ രാത്രി പണിക്കാർ പോകുമ്പോഴാണ്, പണിക്ക് പോകുന്നവരാണ് കാണുന്നത്. അതിന് ഞങ്ങൾ അവരൊന്ന് വിവരം അറിയിച്ച് ഞങ്ങൾ ഓടി ചെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഫോറസ്റ്റുകാരിൽ വിവരം അറിയിച്ച് ഫോറസ്റ്റുകാർ മഹാരാഷ്ട്രീയ സംഘം കൂടി വന്ന് അതിൻ്റെ ഫ്ലവർ ബുള്ളറ്റിൻ്റെ തോക്ക് വെച്ച് അവർ വെടിയും വെച്ച് ഞങ്ങൾ പടക്കമൊക്കെ കൂടി പൊട്ടിച്ച് 10:30 ആയപ്പോഴാണ് ഫോറസ്റ്റ് കടന്നു വിടുന്നത്. പിന്നെ ഇന്നലെ സന്ധ്യ ആയപ്പോഴത്തേനും 7 മണിയായപ്പോഴത്തേനും തിരിച്ച് ആന ഇക്കരയ്ക്ക് എത്തി. ഇക്കരയ്ക്ക് എത്തിയപ്പോൾ ഞാൻ കാവക്കാരൻ വരാൻ താമസമായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് പിന്നെ ഞാൻ പടക്കം പൊടിച്ച് ഓടിച്ച് കയറ്റി വിടുകയായിരുന്നു. ഇങ്ങനെ സ്ഥിരം പ്രശ്നമാണ്. സ്ഥിരം പ്രശ്നമാണ്. 1-2 ദിവസവും ഒത്തിരി കൃഷിനാശമൊക്കെ വരുത്തുന്നുണ്ട്. കൃഷിനാശം ഇന്നലെ വന്നിട്ട് ഏതാണ്ട് കുറെ ഒരു 10-100 വാഴയും കുറച്ച് 5-6 തെങ്ങും കുറച്ച് ഇഞ്ചിക്കകത്തോടെ കയറി ചവിട്ടി കാപ്പിന്റെ കാര്യങ്ങളൊക്കെ കുടിച്ച് കളഞ്ഞ് പിന്നെ കതിരാവാറായ നെല്ല് കണ്ടത്തിലൊക്കെ ഇറങ്ങി കളഞ്ഞ് ആണല്ലേ? അപ്പൊ നമുക്ക് ഇനി ആ ഇന്നലെ കയറിയ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഈ പുഴയുടെ അപ്പുറ സൈഡ് എന്ന് പറഞ്ഞ ഫോറസ്റ്റ് കുറുവയുടെ ആ സൈഡ് അല്ല, കുറുവേന്റെ സൗത്ത് പുൽപ്പള്ളിന്റെ തന്നെ അതിന്റെ ഭാഗമാണ്. ഇന്നലെ മിരിങ്ങാൻ ആന എത്തേന്റെ നേരെ എതിർവശം തന്നെ എതിർവശമാണ്. ഈ ഭാഗത്ത് ഒത്തിരി വീട്ടുകാരൊക്കെ ഇവിടെ കുറേ വീട്ടുകാർ താമസിക്കുന്നത്. താഴേക്ക് മാറി ഒരു കോളനിയൊക്കെ ഉള്ളതാ. ഇന്നലെ തോട്ടത്തിൽ പണിക്ക് വന്ന ഒരു പെണ്ണുങ്ങളുടെ നേരേക്ക് ആന ഓടി വരുവൊക്കെ ചെയ്തു. ഞങ്ങൾ ഓടിച്ചോണ്ട് വരുമ്പോൾ പെണ്ണുങ്ങൾ ആന ഉള്ള അറിയുന്നില്ല. അത് പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ആന കിടന്നത്. അത് പിന്നെ ഓടി അടുത്തുള്ളതാ. അത് പിന്നെ അടുത്ത റേ ഫെൻസിങ്ങിന്റെ റോപ്പ് ഫെൻസിങ്ങാണ്. റെയിൻ്റെ അല്ല, റോപ്പ് ഫെൻസിങ്ങാണ്. അതവർ കഴിഞ്ഞ മാസം പണി തുടങ്ങിയപ്പോൾ പിന്നെ മഴ തുടങ്ങിയപ്പോൾ അത് നിർത്തി വെച്ചു. കാര്യമുണ്ടെന്നാണ് ഇപ്പോൾ ഇത് പുതിയത്. ഫസ്റ്റിൽ ഇങ്ങോട്ട് വന്നേക്കുന്ന കൂടൽക്കടവ് ഭാഗത്തേക്കാണ്. ഇതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ ദൂരത്തേക്കാണ് ഇതിൻ്റെ പണി തുടങ്ങിയേക്കുന്നത്. റോപ്പ് ഫെൻസിങ് അല്ലേ?
ഇതിപ്പോൾ ഇട്ടേക്കുന്ന നടുക്ക് 2 ചെറിയ കമ്പിയാണ് ഇട്ടേക്കുന്നത്. ഇത് മറ്റേ കറണ്ട് കമ്പി പോലത്തെ കമ്പി അല്ല ഇത് റോപ്പായത്. വെറും കയറാ അത്? അല്ലല്ല ഇത് തൂക്കുപാലത്തിന്റെ കമ്പിയില്ലേ, ആ കമ്പിയാണ്. ഇത് ഹൈ ക്വാളിറ്റി ഉള്ള സാധനം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഇതിപ്പോൾ ചെറുത് 2 ഇട്ടേക്കാൻ ഞങ്ങളൊന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അടിയിലേക്ക് ഒരു ചെറുത് ഇടുക, പിന്നെ വലുത് ഇട്ടിട്ട് വായിക്കാൻ. അന്നേരം അവർ പറഞ്ഞേക്കുന്നത് ചെറിയ മൃഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പന്നി മാനൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ചെറുത് ഇട്ടേക്കണേന്ന് പറഞ്ഞേക്കുന്നുണ്ട്. ആ അത് ഞങ്ങളന്നേരം പറഞ്ഞിട്ടുണ്ട്. ചെറുതും കൊണ്ട് പറയാതെ ചവിട്ടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോവും. എന്നാലും അവർ പറയുന്ന കാടിന് കൂടുതലുള്ള സാധനമാണ്, പൊട്ടിപ്പോവില്ലെന്നാണ് അവർ പറയുന്നത്. കടപ്പുള്ളതായതുകൊണ്ട് കണ്ടറിയണല്ലേ. അതെ. ഇതിപ്പോൾ ഈ മാസം 31 ഇതിന് പണി തീർക്കണമെന്നും പറഞ്ഞാണ് പറഞ്ഞേക്കുന്നത്. മഴയാണ് തീരുവില്ല. ഇതിലേക്ക് സ്ഥിരം ആന വരുന്ന സ്ഥിരമായിരുന്നു. ഇതിപ്പോൾ ഇറങ്ങി വരുന്ന വഴി കാണിച്ചല്ലോ. ഈ കാണുന്നതാണ് കേട്ടോ കബനി. ഇന്നലെ ഇറങ്ങി വന്ന സ്ഥലമാണത്. ആ 2 വഴി അതിൽ ഞങ്ങൾ ഓടിച്ച് കയറ്റി വിട്ടതും. ആ വാഴയ്ക്ക് ഇന്നലെ ആന കളഞ്ഞത്. ആന ഇതിലെ തന്നെ ഇറങ്ങി വന്നേ? ആ ഇതിലെ തന്നെ വന്നേ. ഇന്നലെ കളഞ്ഞ വാഴ അതൊക്കെ. അപ്പോൾ ആ ഇറങ്ങി വന്നിട്ട് ആന ഇങ്ങോട്ട് കിടന്നെങ്കിൽ അതാ റോഡും കൂടെ വട്ടം കടന്നു വരും. അതിൽ കയറിയിട്ട് ഇതിലിങ്ങോട്ട് വരും. അപ്പോൾ ഈ റോപ്പ് ഫെൻസിങ് കിടന്നിട്ടല്ല വന്നത്? അല്ല അങ്ങോട്ട് വലിച്ചു. ഇവിടെ ഒരു സേമ്പിൾ തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. വരുന്ന മഴ കാരണം തുടങ്ങി വെച്ചതേ ഉണ്ടായിരുന്നില്ല. ആ പൂർത്തിയാക്കിയിട്ടില്ല. ഇന്നലെ ഞങ്ങൾ പിന്നെ അതിൽ ഓടിച്ചുകൊണ്ട് വന്ന് ഇതിലിവിടെ ചാടിച്ച് കിടന്ന്. ആ പിന്നെ റോപ്പിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് കടന്നു. ഇതിലെ ചാടി വന്ന് അതാ ആ വഴിയൊക്കെ. അത് അങ്ങപ്പുറമുണ്ട് വേറെ വാഴ കളഞ്ഞ് നടത്തുന്നതാണ്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ അവരുടെ അടുത്ത സ്ഥലത്തേക്ക് എത്തുള്ളൂ ആന. ഇവിടെ വെള്ളത്തിന് ആഴം കുറവായതുകൊണ്ട്. അല്ല ആഴം കുറവാണ്. അതിൽ എളുപ്പം കയറി അതിൽ കയറി ഇങ്ങനെ നടന്നു പോരും. ഇന്നലെ 7:45 തന്നെ ആന സ്ഥലത്ത് എത്തി. ചൂണ്ടയ്ക്ക് വന്നവരെ അറിഞ്ഞത് ആന വന്ന വിവരം. അവർ പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആന വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാവക്കാരന് ഒരു 7 മണി ആയപ്പോഴത്തേക്കും ചോറ് കഴിച്ചിട്ട് വേണ്ട രാത്രിക്ക് വരാൻ, ഡ്യൂട്ടിക്ക് വരുന്നവരെ. അങ്ങനെയാണ് അറിയുന്നത്. ഞങ്ങൾ 8 മണി കഴിഞ്ഞപ്പോൾ മുതൽ ഓടിയത് തുടങ്ങി. 8 മണി തൊട്ട് 10:30 അടിച്ചു വിടുമ്പോൾ അത്രയായി. അത് പുഴയരികിൽ വന്ന് പിന്നെ തിരിച്ച് തോട്ടത്തിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഇതിൽ ഇറങ്ങി വരുന്നത്. ഇതിൽ കയറിയിട്ട് അതിലിങ്ങോട്ട് ഇറങ്ങി വന്ന് റോഡ് പാസ് ചെയ്ത് കടന്നു പോകുന്ന പല ആൾക്കാരുടെ പറമ്പിൽ. ഇന്നടുത്തൊന്നും എനിക്ക് ഇങ്ങ് തിന്ന് പോവുള്ളൂ. ആ ഇത് കഴിഞ്ഞ മാസം ഞങ്ങൾ അതിൽ ഓടിച്ചു വിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പെരത്തറേൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയത്. പെരത്തറയൊക്കെ അറിയോ? ആ പെരത്തറയിൽ കൂടെ നടന്നു പോയ പാടാട്ടേക്കാണ്. ഇതൊക്കെ ഉണ്ടോ? ആ അവിടെ ഉണ്ടല്ലോ. ആ ഇത് മുഴുക്കൻ ഇന്നലെ കളഞ്ഞ ആനയാണ്. ഇത് മൊത്തം ഇന്നലെ കളഞ്ഞ വാഴയാണ് ഇത് മുഴുക്കനും. ആണോ? ആ ഇതിൻ്റെ അകത്ത് വാഴ ഉണ്ടായിരുന്നു. ഇത് വാഴ വെച്ചതാ. അതൊക്കെ വാഴ കണ്ടോ? ആ തുറവ് കണ്ടോ? ആ തുറവ് ഇതേ തുറവ് ഇതൊക്കെ നിൽക്കുന്ന കണ്ടോ? അതൊക്കെ വെട്ടിക്കളഞ്ഞ വന്നിട്ട്. മൊത്തം കളഞ്ഞാട്ടോ. ആ ഇതൊക്കെ എന്നിട്ട് വാഴ വെട്ടി കളഞ്ഞേക്കുന്ന കംപ്ലീറ്റ് കളഞ്ഞോ. അവിടെ ഉണ്ടായിരുന്നു. അതിനുള്ള കാൽപ്പാട് നമുക്ക് ഇവിടെ കാണാം. ആ ഇതെവിടെ ശരിക്കും കാണാം കാൽപ്പാടൊക്കെ. കാൽപ്പാട് ഇവിടെയൊക്കെ ഉണ്ട്. കുറേ നേരം മെനക്കെട്ടെന്ന് തോന്നുന്നു. കുറേ നേരം ഉണ്ട്. ഇത് നേരത്തെ വന്നു. ഇവിടെയൊക്കെ വാഴ കളഞ്ഞിട്ടുണ്ട്. വെട്ടിയിട്ടേക്കുന്നതായിരിക്കും. ആ വാഴ വെട്ടി കളഞ്ഞേക്കുന്ന ഇതൊക്കെ മുഴുക്കം കൊലയാവാറായ വാഴയാണ്. അതുകൊണ്ട് കൊലയിട്ടേക്കുന്ന വാഴ അവിടെ തള്ളി കളഞ്ഞേക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. കളഞ്ഞ വാഴയുടെ ഇതിലെ വരവ് പിണ്ടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തീറ്റ എന്നിട്ട് പോകുന്ന അല്ലേ? ഇതിലേ വരാം. ആ ഇതിലേ വരുന്നത്. ഇത് പുഴ സൈഡാട്ടോ. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളൊരു പുഴയുടെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വഴി കൂടെ തന്നെയാണ് ആന വരുന്നതും. ആന ചവിട്ടി പോയ പാടുകളാണ് ഈ കാണുന്നത്. മൊത്തം ചവിട്ടി ഉണ്ടോ? ഇത് കയറി വരുന്ന വഴി അതവിടെ ഇറങ്ങി വരുന്നത്. ഇങ്ങനെ കയറി വരുന്നല്ലേ? ഈ പുഴ കടന്നതാ. ഇതിൽ ഇങ്ങനെ ഇറങ്ങി വെച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഇറങ്ങിപ്പോയത് നമ്മൾ നേരത്തെ കണ്ട ആ വഴി കൂടെ. എന്താ ഇതിപ്പോൾ കാവലിന് ആളെ നിർത്താൻ പറഞ്ഞുകൊണ്ട് ഫണ്ടില്ലെന്നാണ് അവർ പറയുന്നത്. വനവകുപ്പ് പറയുന്നത് ഫണ്ടില്ലെന്നാണ് പറയുന്നത്. ആളെ നിർത്താൻ വേണ്ടിയിട്ട്. കാവലിന് ആളെ നിർത്താൻ വേണ്ടി ഒരാളേ ഉള്ളൂ ഇപ്പോൾ കൂടൽക്കാട് ഭാഗത്തേക്ക്. ഇന്നലെ ഇപ്പോൾ ആന വന്ന് പോയപ്പോൾ
ഫോറസ്റ്റോട് പരാതി പറഞ്ഞ് ഒരാളുടെ ഡ്യൂട്ടി കിട്ടുന്നുണ്ട് 2 പേര്. ആണല്ലേ? 2 പേര് നോക്കണേ 6 കിലോമീറ്റർ നോക്കണം. 2 കിലോമീറ്റർ. എന്താണല്ലേ? അതെ അതെ. അവരൊരു സൈഡ് ഒരു 2 പേര് സ്ഥലത്ത് വെച്ച് നിൽക്കുവാണെങ്കിൽ അവർക്ക് മിണ്ടി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യാം. അന്നേരം ഓടിക്കാൻ ഒരാളെ തന്നെ ആകുമ്പോൾ ഓടിക്കാനൊന്നും കഴിയൊന്നുമില്ല. അതുപോലെ അതെ അതെ. പിന്നെ അടുത്തുള്ളവരെ വിളിച്ച് വരുത്തും. ആന കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ് വിളിക്കും. അങ്ങനെയൊക്കെ അങ്ങനെയാണ് നാട്ടുകാർ സഹകരിച്ച് ഓടിക്കുന്നത്. വാച്ചർമാരുടെ ഒരു അഭാവം ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അത് ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ഇതേ കാര്യം നമുക്ക് പറഞ്ഞു കേൾക്കും. അവർ പറയുന്നത് ഫണ്ടില്ലാന്ന്. വനംവകുപ്പിന് ഫണ്ടില്ല, എല്ലാവർക്കും ഫണ്ടുള്ളവരാ. അതെ അതെ. ഇവിടെ 4 പേര് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ പറഞ്ഞുകൊണ്ട് ഒരാളുടെ ഡ്യൂട്ടിക്ക് കൂടുതലിട്ടു. അല്ലാതെ ഒറ്റ ആളെ ഉണ്ടായിരുന്നു. വാച്ചർമാർക്കൊന്നും ഇപ്പോൾ ശമ്പളം പോലും കിട്ടും. ശമ്പളം കിട്ടുന്നില്ല. അവർക്ക് 3 മാസത്തേക്ക് 4 മാസത്തേക്ക് ശമ്പളം കിട്ടാണ്ട്. അവർക്ക് തുച്ഛമായ ശമ്പളമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഫണ്ട്? ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ഫണ്ടിൻ്റെ ഒരു മാസം പണി എടുത്തിട്ടുണ്ടെങ്കിൽ 13,000 രൂപ 14,000 രൂപ ശമ്പളം കിട്ടുന്നത്. അതെ. അത്രയേ ഉള്ളൂ. അത് ഒരു ഗതികെട്ട പണിയല്ലേ? അതെ, ഗതികെട്ട പണിയെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ അവരെ നമ്മുടെ കൃഷിസ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രാത്രിക്ക് ഈ കണ്ണ് കാണാതെ നമ്മളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പോവല്ലേ? അതെ. ഇതുപോലെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്തോട്ട് രാത്രി ഇങ്ങനെ അത് ഈ ദൂരെയുള്ള സ്ഥലങ്ങളിലുള്ള ആൾക്കാരെയാണ് കാവലിൽ നിർത്തുന്നത്. അതെ. അവരുടെ കയ്യിൽ ആപ്പടെ 2 പടക്കം ഉണ്ടാവുള്ളൂ. 2 പടക്കം ഉണ്ടാവുള്ളൂ. അവരിപ്പോൾ കാട്ടിക്കുളത്തുള്ളവരാണ് ഇപ്പോൾ അതുകൊണ്ട് ഡ്യൂട്ടിക്ക് ഇവിടെ വരുന്നവർ. അവർക്ക് കൃഷി സ്ഥലങ്ങളും ഇല്ലാത്തവരാണ്. അവർക്ക് 5 സെൻറ്റ് സ്ഥലം 10 സെൻറ്റ് കൃഷി സ്ഥലത്തുള്ളവരെ ഡ്യൂട്ടിക്ക് നിർത്തുവാണെങ്കിൽ അവർക്ക് കൃഷി സ്ഥലത്തെ പറ്റി ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. അവരതിനെ കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. ആന വരുമ്പോൾ അവർ ഇറങ്ങി ഓടിക്കാനൊക്കെ പറമ്പിനെ കുറിച്ച് അറിയത്തില്ലാത്ത ആൾക്കാർ, അറിയത്തില്ലാത്തവർ അങ്ങനെ വരുമ്പോഴാണ് നമ്മളെ വിളിക്കുന്നത്. എനിക്ക് തൽക്കാലം ഒരു 2-3 മാസത്തേക്ക് ഉണ്ടായിരുന്നു ഡ്യൂട്ടി. അത് തന്നെ എന്നെ അവർ വരുമ്പോൾ വിളിക്കും. അവരുടെ നമ്പർ എൻ്റെ അടുത്ത്, ഞാൻ അങ്ങോട്ടും വിളിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അത് 3 മാസത്തേക്ക് കിട്ടി. അത് തന്നെ പിന്നെ പാർട്ടി വൈസിൽ അങ്ങ് മാറ്റി അങ്ങനെ ഒഴിവായതാ. ഒരു വാച്ചർക്ക് എത്ര പടക്കം വെച്ചൊക്കെ കിട്ടും? അത് ചിലപ്പോൾ വരുമ്പോൾ ആനയുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 തരും. ഇല്ല ചിലപ്പോൾ ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അത്ര ഉണ്ടാവുള്ളൂ. വേറെ ആയുധങ്ങളൊന്നും ഇല്ലല്ലോ? ആയുധമൊന്നുമില്ല. ആന കല്ല് വെച്ച് എറിയാൻ പോലും പാടില്ലെന്ന് അവർ പറയുന്നത്. പിന്നെ എന്തിനാ ഈ വാച്ചർമാരെ ആനനെ പറഞ്ഞു മനസ്സിലാക്കി ആനനെ ഉപദേശിച്ചു? ഇതിന് വേദന എടുത്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന കുറച്ച് വരവ് കുറയും. ഇത് ഇനിയിപ്പോൾ ചക്കയും മാങ്ങ ആയിക്കഴിഞ്ഞാൽ നിത്യം ഇതായിരിക്കും ആയിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നെല്ല് കതിരാകുമ്പോഴത്തേനും ചക്ക മാങ്ങ അല്ല എല്ലാവരും ഇപ്പൊ ഈ എല്ലായിടത്തും അത് അങ്ങനെ ചക്ക മാങ്ങ ഒന്നും ഇല്ല, അങ്ങനെ സീസണൊന്നും ഇല്ല. എല്ലായിടത്തും ദിവസം ഇറങ്ങുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ആനയായി. ഒരിടയ്ക്കൊക്കെ അങ്ങനെയായിരുന്നു, ചക്ക മാങ്ങ ഉള്ളപ്പോഴാണ് സീസൺ നോക്കിയായിരുന്നു. ഇപ്പൊ സീസൺ നോക്കുന്നില്ല. ഇപ്പൊ 365 ദിവസം ആന വരുന്നത്. ഈ പറമ്പിലൊക്കെ കുറെ കളഞ്ഞിട്ടുണ്ട്. പറമ്പിലൊന്നും കയറിയില്ല. 10-100 വാഴ ഈ പറമ്പിൽ പോയിട്ടുണ്ട്. ഇതങ്ങ് മേലെ വലിയ തോട്ടം കിടക്കുന്നല്ലേ? 10-100 വാഴ പോയിട്ടുള്ള തോട്ടം കയറുന്നില്ല എന്ന് മാത്രം. നമുക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ വാഴയൊക്കെ കിടക്കുന്നത് കാണാം. കുറെ ഉണ്ട് കേട്ടോ, മുകളിലേക്കൊക്കെ ഉണ്ട്. നമ്മുടെ കൻ്റെയൊക്കെ വീടിൻ്റെ തൊട്ട് മുറ്റത്തോടെ ആന വരുന്നതാണ്. വന്നു കഴിയുമ്പോൾ പട്ടി വരയ്ക്കുക അന്നേരം അറിയാം. അല്ല, ഇപ്പൊ ഈ ഫെൻസിങ് വരുന്നതിന് മുന്നേ ഇവിടെ നിങ്ങളൊക്കെ എങ്ങനെ ജീവിച്ചോണ്ടിരുന്നത്? ഇത് ഫെൻസിങ് വരുന്നതിന് ഒരു തൂക്ക് ഫെൻസിങ് ഉണ്ടായിരുന്നു, സോളാറിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ അടുത്തായിരുന്നു വെച്ചോണ്ടിരുന്നത്. അത് രാവിലെ വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഓണാക്കും, രാവിലെ 6 മണിയാകുമ്പോൾ ഓഫാക്കും. അങ്ങനെ അത് പിന്നെ ജനങ്ങൾ ഭയങ്കര ഉപദ്രവവും കന്നാലിനെ കൊണ്ടേ കെട്ടിയും കമ്പി മുഴുവൻ മുറിച്ച് ഓടിച്ചും ചുറ്റി കെട്ടി വയ്ക്കുമ്പോൾ അത് മുഴുവൻ അർത്ഥമായി പോകും. ഇപ്പൊ കന്നാലിനെ കൊണ്ടേ കിട്ടുമോ? കന്നാലിൽ കയറ്റി കെട്ട ഒക്കെ സ്ഥലമുണ്ട്. അന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോകും. പകലേ അങ്ങനെ തൂക്കിയിടുന്ന കമ്പിയല്ല, അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോവുക. അത് പിന്നെ കന്നാലിനെ കെട്ടാനൊക്കെ സൗകര്യത്തിന് ഏതെങ്കിലും കൊമ്പേക്കൂടെ ഒക്കെ ചുറ്റി കെട്ടി വെക്കും. അത് അവിടെ നമ്മൾ എന്നും വന്ന് നോക്കണ്ടേ, ഇല്ല അത് മൊത്തം ഇറത്തായി പോവുള്ളൂ. അങ്ങനെ വരുന്നത്. അങ്ങനത്തെ പ്രശ്നമുണ്ടല്ലോ. സോളാറിൽ നിന്ന് കൊടുക്കുന്നതിന് 9.9 യൂണിറ്റ് കറണ്ടേ വരുള്ളൂ ഇതിന്. സോളാറിന് കൊടുക്കുന്നതിന് അതുകൊണ്ടൊന്നും അത്ര പവർ ഉണ്ടെങ്കിൽ കയറുമെന്ന് മാത്രമേ അടി കിട്ടുള്ളൂ, അല്ലാതെ കിട്ടൂല. അല്ല നമുക്കൊക്കെ ചെറിയ തരിപ്പ് കിട്ടും എന്ന് പറഞ്ഞാൽ അതിന് വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവിടെ ചെറിയ തരിപ്പ് കിട്ടും, അതേ ഉള്ളൂ. എത്ര നേരത്തെ കയറിപ്പോണം?
ഈ തോട്ടത്തിൽ ഇങ്ങനെ കടന്നു വന്നിട്ട് ആ തോട്ടത്തിൽ കൂടെ അങ്ങനെ കയറി പോയത് വയലിലേക്ക് പോയില്ലേ? ആ അങ്ങനെ കിലോമീറ്റർ ദൂരം പോയി കളഞ്ഞിട്ട് വരും അല്ലേ? ആ നമ്മളിങ്ങനെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഇന്നലെ ആന വന്ന് വയലൊക്കെ കളഞ്ഞെന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്ക് ഏതായാലും ചെമ്മാട് കോളനി എന്ന സ്ഥലത്ത് ചെമ്മാട് കോളനി അല്ലേ? അതായത് നമ്മൾ കൂടൽക്കാട് വഴിയല്ലേ? കൂടൽക്കടവ് വഴി വന്ന് ഇത് ചെമ്മാട് കോളനി. കൂടൽക്കടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ഒരു ബണ്ട്. ഇപ്പം നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ബണ്ടിൽ വേനൽക്കാലം ആകുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കുളിക്കാനൊക്കെ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലം കേട്ടോ. അതിനപ്പുറത്ത് നമുക്കറിയാം അവിടെ തൂക്ക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ആന ആ വഴിയാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തൂക്ക് ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും വർക്കിംഗ് അല്ലെന്നാണ് പറഞ്ഞത്. ഇത് കഴിഞ്ഞ ആഴ്ച അന്ന് ആന കളഞ്ഞു പോയതാണ്. ആന വന്നു പോയതല്ലേ? നെല്ലിക്കൂടെ. ഇപ്പോൾ നമ്മൾ ആ വയലിലാണുള്ളത്. അപ്പോൾ വയലിൽ ആന വയലിൽ കൂടെയൊക്കെ ഇറങ്ങി ഞാറ് കളഞ്ഞിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതെന്താ ചേട്ടാ? ഇത് ആന കളഞ്ഞതാണ്. ഇത് എന്ന് വന്നാൽ ഇതൊരു 10 ദിവസം മുമ്പ്, 10 ദിവസം മുന്നേ വന്നു. ഇതിലിങ്ങനെ നടന്നു പോയിട്ട് അതിങ്ങനെ നടന്ന ആ തോട്ടത്തിലേക്ക് കയറി പോകുന്നതാണ്. ആണല്ലേ? ആ ഇങ്ങോട്ട് മുമ്പോട്ട് വന്നാൽ ഇനിയും കാണാൻ സ്ഥലമുണ്ട്. വയൽ കാണാനൊക്കെ രസമാണ്. പക്ഷേ ഇവിടെയുള്ള കർഷകരുടെ സ്ഥിതി അത്ര രസമൊന്നുമല്ല കേട്ടോ. ഇവർക്ക് നല്ല പേടിച്ച് വിറച്ച് ബുദ്ധിമുട്ടി ഒക്കെയാണ് ഇവിടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് ഇന്നലെ വന്നതാണ്. ഓ ഇന്നലത്തെ? ഇത് ഇന്നലത്തെ പാടായി കാണുന്നത്. ബണ്ട് പൊട്ടിച്ച് കളഞ്ഞത്. ബണ്ട് പൊട്ടിക്കുന്നത് പുറത്തേക്ക് കളഞ്ഞത്. ഈ വയലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെന്നിരിക്കുന്ന വെള്ളം കെട്ടി നിർത്താൻ വേണ്ടി. പക്ഷേ ആന ചവിട്ടി ആ ബണ്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഈ തെങ്ങൊക്കെ ഒരു 15 ദിവസം മുമ്പ് ആന കളഞ്ഞതാണ്. ഇതൊക്കെ ഈ തെങ്ങ? ആ ഈ തെങ്ങ്. ഇത് അവിടെ ഒരു വലിയ തെങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെയും കളഞ്ഞു. ഇത് കളഞ്ഞു അല്ലേ? പിന്നെ തങ്ങാപ്പുറയുണ്ട്. ഇതേ നിൽക്കുന്നു. ഇവിടെ 3-4 തെങ്ങുണ്ട്. ഓഹോ. എല്ലാ തെങ്ങ് കളഞ്ഞു കിടക്കുന്നു. 15 ദിവസം മുന്നേ ഇവിടെ വന്നാലേ? വന്നു. ഇത് അതാ പറഞ്ഞൊരു 15 ദിവസം മുമ്പ് സ്ഥിരമായിട്ടുള്ളത്. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞില്ല കേട്ടോ. ചാനലുകാർ മാത്രം വരുന്നില്ലെന്നേ ഉള്ളൂ. കാരണം മുഴുക്കൻ ആന നടന്നതാണ്. ഓ നിങ്ങൾക്ക് മൊത്തം ഈ വഴിച്ചാലായിട്ട് കാണാം കേട്ടോ. അതുണ്ടോ ഈ ഇതുണ്ട്, ഇതിലൊക്കെ നടന്നു പോയ വഴികളാണ്. ഇത് കോളനി അല്ലേ ഇവിടെ? അത് കോളനിയാണ്. ഇത് കായായ തെങ്ങായിരുന്നു. ഇത് ആന കളഞ്ഞതാണ്. കളഞ്ഞല്ലേ? ഇത് എന്നാ കളഞ്ഞ? ഇത് ഈ തെങ്ങ് കളഞ്ഞപ്പം തന്നെ അല്ലേ? എല്ലാം ഒരു 15 ദിവസത്തെ മാറ്റം അല്ലേ? എത്തിപ്പെട്ടതാണ് ഇന്നലെ കുടുങ്ങിപ്പോയത് അവിടെ. അതെ അതെ. തിരിച്ചു പോകാൻ പറ്റിയില്ല. തിരിച്ചു പോകാൻ പറ്റിയില്ല. അത് ഒന്ന് കടന്നു പോയി. ഒന്ന് ആ കാട്ടിലേക്ക് നിന്ന് പോയി. തോട്ടത്തിൽ കുറച്ച് സ്ഥലം കൊടുത്ത സ്ഥലമുണ്ട്. അവിടെ കാട് പിടിച്ച് കിടക്കും. ആ കണ്ണ കവുന്തോട്ടം അതിനകത്ത് ഉണ്ടായിരുന്നേ. നേരം വെളുത്ത് പുള്ളി ഇറങ്ങി കാണിയില്ല. ഇല്ല. എന്നാൽ നല്ല മഞ്ഞ തന്നെയായിരുന്നോ? മഞ്ഞ കാരണം കാണാൻ പറ്റിയില്ല. പിന്നെ പുള്ളി ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരെ കണ്ടു കാണും. ഇതൊക്കെ നല്ല തെങ്ങ്. 2 കൊല്ലം ഇതൊക്കെ തെങ്ങ് മുഴുക്കൻ ആന കളഞ്ഞ. ഇവിടെ നിറച്ചും തെങ്ങ് ഉണ്ടായിരുന്നല്ലേ? ഇതൊക്കെ ആന കളഞ്ഞ തെങ്ങാ. പെടുത്തിയതാ ആ കുറ്റി. എന്നിട്ട് മുറിച്ച് മാറ്റിയിട്ട് വേറെ തൈകൾ വെച്ചതാ. ആണല്ലേ? പുതിയത് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. അതാണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കളഞ്ഞ് ഈ കുറി വന്നപ്പോൾ കളഞ്ഞേക്കുന്നത്. എന്തേരം കൃഷി നശിപ്പിച്ചാലും കർഷകർ പിന്നെയും കൃഷി ചെയ്യുന്നുണ്ട്. കാരണം അവർ ആ കൃഷിയെ സ്നേഹിക്കുന്നതുകൊണ്ടും കൃഷി അവരുടെ ഒരു ജീവിതമാർഗം ആയതുകൊണ്ടുമാണ് അങ്ങനെ. പക്ഷെ അതിനൊന്നും നമ്മുടെ സംവിധാനങ്ങളൊന്നും അവരോട് ഒരു അനുകമ്പയും കാണിക്കുന്നില്ല കേട്ടോ. നമ്മളെവിടെ ചെന്നാലും ഇങ്ങനത്തെ കാഴ്ചകൾ. ഇതൊക്കെ വഴിച്ചാൽ ആന വന്ന് പോയി നടന്നു പോയ വഴിയല്ലേ? നടന്നു പോയ വഴിയാട്ടോ. അത് കുറച്ച് ദിവസം മുന്നേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ആകെപ്പാടെന്ന് വെച്ചാൽ 2 കൊല്ലം വെള്ളം കയറിപ്പോൾ ഇപ്പോൾ പറമ്പിലുള്ള ആദായം പകുതി തന്നെ പോയി. അതെ. ഈ കുറി ഇതിലൊക്കെ വെള്ളം പാസ്സായതാണ്. മറ്റേ പുഴയിലെ വെള്ളം ഇവിടെ എത്തുമോ? നമ്മൾ 18 ഈ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ മുഴുവൻ 19 മാറിയത് അവിടെ നിന്ന് മാറിപ്പോൾ അറിയാം. പുഴ കരയൊഴിഞ്ഞ് ഒഴുകൂല്ലേ? ഇത് ഈ ഇവിടം വരെ എത്തി. ഈ തോട്ടത്തിൻ്റെ അവിടം വരെ വെള്ളം. ഇത് ഇന്നലത്തെ ചേട്ടാ നമ്മൾ ആ കണ്ടത്തിൻ്റെ അപ്പറേ സൈഡിൽ എത്തി. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊക്കെ ഇന്നലത്തെയും പരിപാടികളാണ്. മൊത്തം ചവിട്ടി നാശകോശമാക്കിയിട്ടിട്ടുണ്ട്. വാൽപ്പാടൊക്കെ നമുക്കിവിടെ കാണാം. കണ്ടൊക്കെ വൻ രീതിയിൽ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. നമുക്കിനി ഇതിൽ കൂടുതൽ ക്ലിയറായിട്ട് കാണണമെന്നൊന്നുമില്ല. അതുപോലെ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇത് നേരെ ഈ പറമ്പിലേക്ക് കിടക്കണം. ഇവിടെ മൊത്തം കവുങ്ങുള്ളതുകൊണ്ട് എല്ലാത്തരം പോഷകാഹാരം വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും ഡിയും സിയും അങ്ങനെ വൈറ്റമിൻ ഇസഡ് വരെയുള്ള എല്ലാ പോഷകാഹാരങ്ങളും നമുക്ക് ഇവിടുന്ന് ആന വയറ്റിൽ നിറച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. കണ്ടത്തിൽ നിന്നൊക്കെ സ്റ്റാർച്ചിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോൾ പലതരം വൈറ്റമിൻസ് ഉള്ള കൃഷികളും അകത്താക്കി ആന ഇങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇതിലെല്ലാം നടന്നു പോയേ ചവിട്ടിപ്പോയ പാടൊക്കെ വഴിയൊക്കെ കാണാം കേട്ടോ. ഏതായാലും ആന വൈറ്റമിൻസൊക്കെ അകത്താക്കുന്നത് കർഷകരുടെ വയറ്റത്തടിച്ചുകൊണ്ടാണെന്ന് മാത്രം. അതിലിങ്ങനെ നടന്നു വന്ന്
ഇത് കവച്ച് വെച്ചാൽ അപ്പുറത്തോട്ട് പോകുന്നേ? ആ ഇത് കടത്ത് കിടന്ന് വരും. അല്ലേ? ഇതുപോലെയല്ലേ ഈ ഫോറസ്റ്റിലൊക്കെ ട്രെഞ്ച് ഉണ്ടാക്കിയിട്ടേക്കുന്നത്? അതെ. അപ്പം ഇതുകൊണ്ട് ഒരു കാര്യമില്ലല്ലേ? അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ കവച്ച് കിടക്കൂല ആന? ഇത്ര ദൂരം എത്തും. അല്ലേ? കവച്ച് ഒന്ന് പോയത് പിരിങ്ങാതെ രാത്രിയിൽ ആ മഴയ്ക്ക് മുമ്പ് വന്ന് പോയതാ. ഈ കണ്ടത്തിലാണ് നിന്നേ? ഇതുണ്ടോ? ഇവിടെയായിരുന്നു തമ്പടിച്ചേ? ഇവിടെ നിന്ന് വരുമ്പോഴാണ് പണിക്കാരെ കാണണ. ഇവിടെ വീട്ടിലേക്ക് പണിക്ക് വരുന്നതാ. അല്ലേ? പിന്നെ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് കുറച്ച് കളഞ്ഞേക്കുന്നുണ്ട്. ആ തോട്ടത്തിലാണ് നിന്ന ആന. ഞങ്ങൾ വരുമ്പോൾ ആ ഇരിച്ചോട്ടിലാണ് നിൽക്കുന്നത്. ഓ അപ്പറല്ലേ? ഇന്നലെ നിന്ന സ്ഥലം കേട്ടോ. നമ്മൾ ഏതായാലും അങ്ങോട്ട് പോയി ആനപ്പെണ്ണ കാണാതിരിക്കും. അങ്ങോട്ട് പോകണോ? ആ വഴിയുണ്ടോ? വേണ്ട, മുകളിലേക്കൊന്ന് പോകട്ടോ. ഇവിടെയൊക്കെ ചവിട്ടിക്കളഞ്ഞ പോയിട്ടുണ്ട്. ഇന്നലെ പറമ്പിൽ അങ്ങനെ കുറേ തെങ്ങ് കളഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും അങ്ങോട്ടൊന്ന് പോയി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഈ കപ്പയൊക്കെ നാളത്തെ ഫസ്റ്റിൽ വന്നു പറഞ്ഞില്ലേ? അന്ന് പറിച്ച് കളഞ്ഞ കപ്പയാണ് ഇതൊക്കെ ആന. കപ്പ മൊത്തം കളഞ്ഞ? ഇതിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് 10 ദിവസം മുന്നേ? 15 ദിവസം മുമ്പ്. 15 ദിവസം മുന്നേ വന്നപ്പോൾ ഈ കപ്പ മൊത്തം കളഞ്ഞ കേട്ടോ. ഇതൊക്കെ കപ്പയുടെ കണ്ട് കിടക്കുന്നതാണ് മൊത്തം കളഞ്ഞത്. ഞാൻ ഈ കപ്പക്കൂടെ കണ്ടപ്പോൾ തോന്നിയേ ഇതിനിങ്ങനെ കിടക്കുന്നതാണ്. അതാണ് മനസ്സിലായത്. മൊത്തം കളഞ്ഞ കേട്ടോ. 15 ദിവസം മുന്നത്തെ ആയതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റൂ. ഉണങ്ങിപ്പോയി. നാനാടെ കപ്പ നമുക്കിവിടെ കാണാം. ഇത് മൊത്തം ഈ കപ്പ ഒന്ന് കളഞ്ഞല്ലേ? അന്ന് തന്നെ ഒരു 100 ചോട് കപ്പ ഉണ്ടായിരുന്നു. 100 ചോട് കളഞ്ഞല്ലേ? ഇതാ ഇവിടെ ഒരു തെങ്ങ് പറിച്ചതുണ്ട്. അവിടെ ഉണ്ട കാപ്പിയൊക്കെ ആന ചവിട്ടിട്ട് കളഞ്ഞതാ. ഉണങ്ങി നിൽക്കുന്ന കാപ്പിയൊക്കെ. ഇതൊക്കെ ആദ്യത്തെ വരവിൽ ഓടിച്ചതാ. ഈ കാപ്പി കളഞ്ഞതും ഈ തെങ്ങ് പറിച്ചത്. തെങ്ങ് പിടിച്ചതല്ലേ? ഈ കാപ്പിയൊക്കെ ആന ചവിട്ടിയിട്ട് ചാഞ്ഞ് ഒടിഞ്ഞു പോയത് നിർത്തി വെച്ചേക്കുന്ന ആണല്ലേ? വേണ്ടോ കാപ്പിയൊക്കെ അല്ലേ? ആ വീഡിയോ ഇന്നലത്തെ വീഡിയോ ഉണങ്ങി നിൽക്കുന്നത് അതൊക്കെ ആന ചവിട്ടി കളഞ്ഞിട്ട് അല്ലേ? അത് ഉണങ്ങി പോയല്ലേ നിൽക്കുന്നത്? ഇതൊക്കെ ആന ഉണ്ടോ കുത്തി കെട്ടി ഉണങ്ങി നിൽക്കുന്നൊക്കെ അങ്ങനെയല്ലേ? ചവിട്ടിയിട്ട് കുത്തി നൂർത്തി വെക്കുന്ന. അതിന് പിടിക്കുകയല്ലേ? അത് പോകും. നല്ല പ്രാവശ്യം വന്നിട്ടുണ്ടാവും. അത് കളഞ്ഞ് കപ്പ ഞാൻ എടുത്തായിരുന്നു. ഇതുണ്ടോ? ഇത് ഇന്നലത്തെ മിനിയാത്തെ അല്ലേ? മിനിയാതെ രാത്രി. ഇന്നലെ വെളുപ്പിന് വന്ന് മിനിയാതെ രാത്രിയിൽ. ഇത് കണ്ടോ കാൽപ്പാടല്ലേ? ഈ കൊടുത്താലിട്ടതൊക്കെ ചവിട്ടി. ഇതുണ്ടോ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ആൽബർട്ട്. ചേട്ടൻ്റെ അല്ലേ ഈ പറമ്പ്? എൻ്റെ പറമ്പ്. അപ്പം ഇങ്ങനെ ഇവിടെ സ്ഥിരം പ്രശ്നം തന്നെയല്ലേ? ഇതിപ്പോൾ ഒരു 2 മാസമായിട്ട്. ഇതിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് കയറിയായിരുന്നു. പിന്നെ ഇന്നലെ രാവിലെ വെളുപ്പിനെ ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടി രാവിലെ ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. അന്നേരം ഇവിടുന്ന് ഭയങ്കര വാഴ ഒടിക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മിക്കവാറും ആനയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സംഭവം വൈഫ് സമ്മതിക്കുന്നില്ല, പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ടോർച്ച് എടുത്തിട്ട് എന്ത് ചെയ്തു, വാർക്കേൻ്റെ മേലെ കയറി. അവിടെ നിന്ന് അടിച്ച് നോക്കുമ്പോൾ 2 കൊമ്പൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇതാണ് എൻ്റെ വീട്. ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ 2 കൊമ്പന്മാരായിരുന്നു. ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ 2 പേരും അങ്ങോട്ട് പോയി. പിന്നെ ഒരാൾ താഴേക്കാണ് പോകണം കണ്ടത്. പിന്നെ അങ്ങോട്ടാണ് പോകുന്നത് കണ്ട്. പിന്നെ ഈ മഞ്ഞ് കാരണം നമുക്ക് ടോർച്ച് അടിച്ച് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വേഗം നമ്മുടെ അയൽവാസി എൻ്റെ സുഹൃത്താണ്, പുള്ളിക്കാരനെ വിളിച്ച് പറഞ്ഞു. പുള്ളിക്കാരനെ പിന്നെ വേറെ ഫോറസ്റ്റുകാരൊക്കെ വിളിച്ച് പറഞ്ഞ് അവരൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ഇവിടെ വന്നായിരുന്നു. പിന്നെ അവർ വന്ന് നോക്കാൻ വേണ്ടി ഞാനും കൂടെ പോയി. ഞങ്ങൾ കുറച്ച് നേരം നോക്കി, അന്നേരം കാണുന്നില്ല. പിന്നെ അവർ പോയി കാൽപ്പാട് നോക്കി പോയി കഴിഞ്ഞപ്പോൾ പുഴയ്ക്കക്കരെ കിടന്നെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നേ കിടന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ഇവിടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതൊരു 7:30 ആയപ്പോഴാണ് വയലിലേക്ക് താഴേക്ക് ഇറങ്ങിയത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പണിക്കാർ വീട്ടിൽ പണിക്ക് വന്നപ്പോൾ അവരാണ് ഇത് കണ്ടത്. അവർ കണ്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ആനയായിരുന്നു. പിന്നെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, കൗൺസിലറെ എല്ലാം വിളിച്ചു പറഞ്ഞ് അതെനിക്ക് എല്ലാവരും എത്തിയായിരുന്നത്. തെങ്ങും ഒരു 150 ചോട് കപ്പയുണ്ടായിരുന്നു. കപ്പ കളഞ്ഞു. പിന്നെ അവിടെ 3 തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. 3 തെങ്ങ് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ചേട്ടൻ്റെ ഒരു 5-6 തെങ്ങും കുറേ വാഴകളും അത് നശിപ്പിച്ചാണ്. ഇതെല്ലാം കുറ്റിയടിച്ച് നൂർത്തി കെട്ടിയേക്കുന്നതാ. കപ്പി നൂർത്തി കെട്ടിയാലോ തുടങ്ങി പോകില്ലേ? കുറേ പോകും, കുറച്ച് കിട്ടും. ഇവിടെ ഒരു തെങ്ങ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല തെങ്ങാണോ അല്ലേ? എന്തോ എല്ലാം നല്ല തെങ്ങാണല്ലേ? നല്ല കായ്ക്കുന്ന.
ഇത് എൻ്റെ റബ്ബർ വെട്ടുന്ന ഒരു ചേട്ടനാണേ. അപ്പോൾ ഈ ആന വരുമ്പോൾ ചേട്ടൻ ഇവിടെ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചേട്ടനെ വേഗം വിളിച്ചു പറഞ്ഞു. ചേട്ടൻ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മീറ്ററിൻ്റെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പോയതാ. ചേട്ടാ എങ്ങനെയാണ് ഇന്നലെ നേരെ വന്നല്ല ആന? നേരെ വന്നോണ്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ വെട്ടിക്കൊണ്ട് വന്ന മരത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോഴേക്കും ഞാൻ ഓടി കഴിച്ചില്ലേ. എത്ര മണിയായപ്പോൾ രാവിലെ ഒരു 9 മണി 9 മണിയല്ലേ? 9 മണി കഴിഞ്ഞു അല്ലേ? ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്തല്ലേ? ആരും പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആന, പക്ഷെ ഇങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതെ അതെ അതെ. അത് ഇലേ വന്ന് ഇല ഇങ്ങനെ കയറി പോയത്. ആ മുകളിൽ കുറേ വാഴയും അതും ഇതൊക്കെ വെട്ടി പിടിച്ച് എന്നിട്ട് പോയി. ഇപ്പോഴും റബ്ബർ വെട്ടിയിട്ട് വരുന്ന വഴിയായിരിക്കും ഒക്കെ പോയായിരുന്നല്ലേ? രണ്ടാമത് വന്നത് ഈ വഴി തന്നെ. തിരിച്ചു ഓടിച്ചു വിട്ടപ്പോൾ അതാ കൗങ്ങിനകത്ത് കുടുങ്ങിപ്പോയല്ലോ. രണ്ടാമത് പിന്നെ അത് വഴി അതിന് പിന്നെ എന്തോ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ആകെ എന്തോ ഒരു വെപ്രാളം പോലെ പിന്നെ വഴിയൊന്നും കിട്ടുന്നില്ല. വീണ്ടും ഞങ്ങൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ വന്ന വഴി കൂടെ തന്നെ തിരിച്ച് ഇതിൽ തന്നെ പോയി. അങ്ങനെ ഇതെല്ലാം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വയലും റബ്ബറും ഒക്കെ ആട്ടോ മൊത്തം. അതെ, ഈ ഒരു ഭാഗത്തോടെയൊക്കെ ആന പോയത്. അല്ല, വാഴ കുറേ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. തന്നെയല്ലേ ഇത് ചേട്ടച്ചാറ് അല്ല. ഇവിടെ നമുക്ക് വാഴ പോയത് അത് പുള്ളിൻ്റെ വീടിൻ്റെ അവിടെ വരെ പോയിട്ടുണ്ട്. അങ്ങ് കളഞ്ഞല്ലേ? കുറേ വാഴ ഇവിടെയാണ് കുറേ കളഞ്ഞത് കണ്ടത്. എല്ലാം കുഴ വന്ന വാഴകളാണ്. നടക്കുമ്പോൾ 2 സൈഡിൽ നമുക്കിതേ കാണാനുള്ളൂ. ആനങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻസ് കുത്തി നിറച്ച് പോയതാട്ടോ. വഴി കൂടെ തന്നെ പോയില്ലേ? അത് ഈ തെങ്ങ് കളഞ്ഞല്ലേ? ഇത് എനിക്ക് രാത്രി ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്, അവിടത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഞാൻ ചേട്ടനെ വിളിച്ചു പറഞ്ഞ് പുള്ളി ഇവിടെ വന്ന് പടക്കം കൂടി. ആകെ പ്രതീക്ഷ രക്ഷപ്പെടാനുള്ള പടക്കമുള്ളൂ, അല്ലാതെ വേറെ നമ്മുടെ കയ്യിലൊന്നും ഒന്നുമില്ല. തോക്കോ അങ്ങനത്തെ ഇല്ല. തോക്കോ കൈവശം വെക്കാനും പാടില്ല. ഞങ്ങൾ കുറച്ച് പടക്കം മേടിക്കും. പടക്കം മേടിച്ച് പൊട്ടിച്ചിട്ടൊന്നും പോകുന്നില്ല. എന്നിട്ട് അതേപോലെ ഇതൊരു ചേട്ടച്ചാരൊക്കെ പൈപ്പ് കാപ്പി നനയ്ക്കുന്ന കുറേ പൈപ്പുകളുണ്ടായിരുന്നു. ഇതെല്ലാം ചവിട്ടി പൊടിച്ചത്. അതും അതേപോലെ ബോർവെലിൻ്റെ പൈപ്പ്. ഇവിടെ ഇങ്ങനെ കുറേ കാപ്പി, തെങ്ങ്, കവുങ്ങ് എല്ലാം ഇവിടെ കണ്ടോ. ഉള്ളിലേക്ക് പോകും. അങ്ങനെ പോയിട്ട് അങ്ങനെയാണ്. ഇനി പിന്നെ തെളിവ് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത്രയും കണ്ടിട്ട് ഇനി എന്നാ തെളിവ്? ആനപ്പിണ്ടമുണ്ട്. നശിപ്പിച്ചില്ലേ? പ്രദേശം കുളമാക്കിയില്ലേ? കുറേ സമയം നിന്നെന്ന് തോന്നുന്നില്ല. ഇവിടെ കുറേ സമയം പിടിച്ചു. ഇത് കഴിഞ്ഞിട്ട് അവിടെ വന്നപ്പോഴാണ്, അവിടെ ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത്. ഇതെല്ലാം ഇന്നലെ ഈ കഴിഞ്ഞ രാത്രി കളഞ്ഞ. ഇത് പേടിച്ചിട്ട് നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങാനും പറ്റില്ലെന്ന്. ഇത് എവിടെയാ ഉള്ളതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നിന്ന് അറിയല്ലേ? അറിയില്ലെന്ന്. ഇത് അനങ്ങില്ല. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇത്രയും വലിപ്പമുണ്ടെങ്കിൽ നമുക്ക് കാണാനും പറ്റില്ല. വലിയ കാപ്പിയും കൂടെ ആണല്ലേ? ഇതെവിടെയാ ബോർവെലിൻ്റെ കിണറിൻ്റെ ഇവിടെ പൈപ്പ് പൊട്ടിച്ച് കളഞ്ഞല്ലേ? അതെ. ഇതാ കുഴൽക്കിണറിൻ്റെയാണ്. ഇതും പൈപ്പ് ആന പൊട്ടിച്ച് കളഞ്ഞാണത്. ഫോറസ്റ്റുകാരെ അറിയിച്ചായിരുന്നോ? അറിയിച്ചു. അവർ ഇന്നലെ വന്നായിരുന്നു. അവർ ഇതെന്നാ പൈപ്പിൻ്റെ കാര്യമൊക്കെ എന്നാ പറഞ്ഞേ? എന്നെ പറ്റിയൊന്നുമില്ല. അവർ വന്നിങ്ങനെ നോക്കി അങ്ങ് പോയി. കാര്യങ്ങൾ ഉച്ച ഈ വഴിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇഞ്ചിക്കണ്ടത്തിലേക്ക് ഇറങ്ങിയായിരുന്നോ? ഇഞ്ചിക്കണ്ട താഴെ ഭാഗത്തൂടെയാണ് പോയത്. ആണല്ലേ? ഇത്രയല്ലേ? ഒരു ദിവസത്തെ പരിപാടിയല്ലേ ഇത്? ഒരു ദിവസത്തെ പരിപാടി. ഇതിപ്പോൾ നമ്മുടെ ഒരു വർഷത്തെ ആദായം മൊത്തം, അധ്വാനവും ആദായവും ഇല്ല. തെങ്ങെന്നൊക്കെ പറഞ്ഞാൽ ഒന്നും കിട്ടാനില്ല. ആകെ കിട്ടി നമുക്ക് തേങ്ങ കൊണ്ട് വിറ്റിൻ്റെ കട കൊണ്ടുകൊടുത്താൽ കിലോയ്ക്ക് 15 ഉറുപ്പ്യ കിട്ടുന്നത്. ഒരു തേങ്ങ കയറി പറിക്കണമെങ്കിൽ 45 ഉറുപ്പ്യ കൊടുക്കണം. അതൊന്ന് പറിച്ച് പൊളിക്കണമെങ്കിൽ 1.5 ഉറുപ്പ്യ കൊടുക്കണം. പിന്നെ അതിനകത്ത് കൃഷിക്കാർക്ക് എന്താ ഒന്നും കിട്ടാനില്ല. ആന ശല്യം. ഇതുകൊണ്ട് നമുക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ്. എങ്ങനെ ജീവിക്കും നമുക്ക് പോലും അറിയത്തില്ല. ഇവിടെ അറിഞ്ഞെന്ന് വെച്ചാൽ വെളുപ്പിന്
വന്ന് ഞാൻ അറിഞ്ഞ് കേട്ട പിന്നെയാണ് ഇവരെയൊക്കെ വിളിച്ച് പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് എല്ലാവരും വീട്ടുകാർ. പിന്നെ എന്ന് വെച്ചാൽ രാവിലെ പള്ളി പോകുന്ന സമയമുണ്ട്, പിന്നെ പാലടക്കുന്ന സമയം, ആ സമയത്താണ് ഇതെല്ലാം. എല്ലാവരും വിളിച്ച് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. ഇതും ആന ഒന്നു തട്ടി ഇത് കയറ്റ ഇതിലേക്ക് വന്നപ്പോൾ ഇത് ഈ വഴിക്കുണ്ടല്ലേ കുറേ സ്ഥലത്ത് ഒരു വരവേനില്ല. കാരണം വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലേ. ഇതൊക്കെ നിങ്ങൾ ബന്ധുക്കാരുടെ വീടുകളാണ്? ഇത് എൻ്റെ വീട്. അത് രണ്ട് ചേട്ടന്മാരുടെ വീട്. അതെങ്ങനെ കാണണം അവിടെ മറിച്ച് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മൾ നടന്നാലും തീരെയില്ല, അതുപോലെ ആക്കിയിട്ടുണ്ടല്ലേ. അതെ, ഒരു ദിവസം മൊത്തം കാണാനുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കറങ്ങി ഒരു റാ പോലെ ആയിട്ട് വന്നേ, അങ്ങ് അതിലിങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി നമ്മൾ ഈ വഴിക്കൂടെ വന്നേക്കാണ്. ഇപ്പോൾ ഈ സംസാരിച്ച ചേട്ടൻ്റെ വീടാണിത്. ഇന്നലെ ആ സംഭവം നടന്ന സമയത്ത് ആനയുടെ നേരെ മുന്നേ പെട്ട ഒരു ചേച്ചിയാണിത്. ചേച്ചീനെ ആന ഓടിച്ചെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെങ്ങനെയാണ് പറഞ്ഞാൽ? ആനേനെ നേരിട്ട് കണ്ടോ? ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ താഴെ ഓടി ഇറങ്ങുമ്പോഴത്തെ ഞാൻ എൻ്റെ പുറകിൽ എത്തിയായിരുന്നു. ഞാനെന്നിട്ടവിടെ വീണ് ഏറ്റു ഓടി താഴെ ശാലിക്കൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. വീണ് പോയില്ലേ? വീണ് പോയി. കേട്ടോ, ഒന്നും പറ്റിയൊന്നുമില്ല. ആന എന്നിട്ട് വേറെ വഴിക്ക് പോയി? വേറെ വഴിക്ക് പോയി. ഞാനവിടെ വിറക് കൊത്തി ഓടിച്ചോണ്ടിരിക്കുവാണല്ലേ. പേടിച്ചു പോയി കാണൂല്ലേ? പേടിച്ചു പോയി. അവര് ഓടി അടുത്ത വീട്ടിൽ കയറി. അവിടെ അന്നേരം ആരും ഇല്ലായിരുന്നു വീട്ടില്. അവരൊക്കെ കൽപ്പാറ്റ പോയായിരുന്നു ആ വീട്ടിൽ. അവര് അവിടെ ആളില്ലായിരുന്നു. അതുപോലെ ആനേനെ ആദ്യം കണ്ടോ അല്ലേ? അതെ. എവിടെ നിന്നപ്പോഴാണ് കണ്ടേ? രാവിലെ ഞാനും വേറൊരു പുള്ളിക്കാരും പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കനലൂടെ പോകുമ്പോൾ അതങ്ങോട്ട് മേലിട്ട് കയറി വരുന്നുണ്ടായിരുന്നു ആ വയലിന്. അപ്പോൾ ഞങ്ങൾ മേലത്ത് ഓടി കയറി. എന്നിട്ട് ചേട്ടൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ ഫോറസ്റ്റുകാരൊക്കെ വിളിച്ചു പറഞ്ഞല്ലേ? അതെ. ഇപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു പറമ്പ് കണ്ടു, അതുപോലെ തന്നെ ആന കയറി വരുന്ന പുഴ കടന്ന് കയറി വരുന്ന സ്ഥലം കണ്ടു, തിരിച്ചിറങ്ങി പോകുന്ന സ്ഥലം കണ്ടു. മൂന്നാലല്ല ഒരു 5-6 ആൾക്കാരുടെ പറമ്പ്, വയൽ ഒക്കെ ചവിട്ടി നശിപ്പിച്ചിരിക്കുന്നതും കുത്തി ഒടിച്ചിരിക്കുന്നതും വാഴയൊക്കെ തിന്നിരിക്കുന്നതും അതുപോലെ തന്നെ പൈപ്പ് നശിപ്പിച്ചിരിക്കുന്നതും അങ്ങനെ ഒത്തിരി നാശനഷ്ടം വരുത്തിയിട്ട് തന്നെയാണ് ആന ഈ ഒരു സ്ഥലത്തു നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ആനേനെ ഇന്നലെ കരകയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലും വലിയ സംഭവങ്ങൾ തന്നെയാണ് ഇന്നലെ നടന്നത്. അപ്പോൾ നിങ്ങൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു കാണും. അപ്പോൾ അതുപോലെ ആന അവസാനം പുഴ കടന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത്. 2 ആനയാണ് വന്നത്. അപ്പോൾ ഇത്രത്തോളം നാശനഷ്ടം ആ പ്രദേശത്ത് ജനങ്ങൾക്ക് വരുത്തി, ഒത്തിരി കൃഷിനാശം വരുത്തി കേട്ടോ. ഇതാരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവരെന്നെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ സംഭവം ആദ്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ചാനൽ തന്നെയാണ്. അപ്പോൾ ഏതായാലും ആ കർഷകരുടെ എന്താ പറയുക, അത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടും ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പോലും അവർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മൾ അറിയപ്പെടാണ്ട് പോകുന്ന ഒത്തിരി സംഭവങ്ങളും ഈ ഒരു നാട്ടിലൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലെ ദിവസം എന്ന് പറയുന്ന പോലെ കർഷകരുടെ തോട്ടങ്ങളും കാർഷിക വിളകളും ഒക്കെ ആന ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു വല്ലാത്ത ഒരു അവസ്ഥയെ കൂടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വയനാട് പ്രദേശത്തുള്ള അല്ലെങ്കിൽ മലയോര മേഖലയിലുള്ള ആൾക്കാരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, കർഷകർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.